തിരൂർ സൻഹ ഫാഷനിൽ കിടിലൻ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ. വിസിറ്റ് ടുഡേ സൻഹ ഫാഷൻ തിരൂർ. നമസ്കാരം, വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. മംഗലം സ്വദേശിയായ യുവാവിനെ വധിക്കാൻ ശ്രമം. 1.5 മാസം പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടാനായില്ലെന്ന് പരാതി. മംഗലം സ്വദേശിയും ദേശീയ വിവരാവകാശ കൂട്ടായ്മ ബ്ലോക്ക് കോർഡിനേറ്ററുമായ സന്തോഷ് നാനുപുരക്കരന് നേരെയാണ് വധശ്രമമുണ്ടായത്. തെയ്യംപാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും 2% മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ. നവംബർ 21 രാത്രി 9:30 സംഭവം. സന്തോഷ് നാലുപുരക്കൽ തിരൂർ പോലീസ് സ്റ്റേഷൻ റോഡിൽ മകനും ഒരുമിച്ച് നടന്നു പോകുമ്പോഴാണ് സംഭവം. സന്തോഷിനെ പിന്തുടർന്നെത്തിയ യുവാവ് ഇരുമ്പ് വടികൊണ്ട് തോളലിനും കഴുത്തിനും അടിച്ച് വീഴ്ത്തുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന സന്തോഷിന്റെ മകൻ ഭയന്ന് നിലവിളിച്ചതോടെ യുവാവ് ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് സംഭവ സ്ഥലത്തുണ്ടായിരുന്നവർ സന്തോഷിനെ തിരൂർ ജില്ലാസ്പത്രിയിൽ പ്രവേശിപ്പിച്ചു. നവംബർ 21 രാത്രി 9:26 ഞാനും എൻ്റെ മകനും കൂടെ, ചെറിയ മകനും കൂടെ നമ്മുടെ ഇസ്മായിൽ വക്കീലിൻ്റെ അടുത്തുനിന്ന് അവിടെ നിന്ന് സംസാരിച്ച് ഞങ്ങൾ പോവുകയാണ്. വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തിരൂർ പോലീസ് സ്റ്റേഷൻ റോഡിലൂടെ, തിരൂർ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു 4 മീറ്റർ അകലത്തിൽ ആ മെയിൻ റോഡിലേക്ക് കയറിയ സമയത്ത് ഏതോ ഒരുത്തൻ വന്നിട്ട് ഇരുമ്പോടി കൊണ്ട് എന്നെ അടിച്ചു കൊല്ലാനാണ് ശ്രമിച്ചത്. പക്ഷെ ഞാൻ ഹൈറ്റ് ഉള്ളതിൻ്റെ പേരിലും നടക്കുന്നതിൻ്റെ പേരിലും എൻ്റെ തോളിന് ആയിട്ട് തലയ്ക്ക് നേരെ താഴെ പുറത്ത് തോളിലായിട്ടാണ്, കഴുത്തിനായിട്ടാണ് അടി കൊണ്ടത്. അടിച്ചെന്നെ വീഴ്ത്തി. ഞാൻ എന്താണെന്നറിയാതെ ഞാൻ എൻ്റെ മകൻ ചെറിയ കുഞ്ഞല്ല, 9 വയസ്സായ കുഞ്ഞാണ്. അവൻ നിലവിളിച്ചത്, എന്തായാലും അത്രയും ഭീകരമായിട്ടാണ് അവൻ നിലവിളിച്ചത്. അപ്പോൾ അത് കേട്ടിട്ട് ഞാൻ എണീറ്റ് തിരിഞ്ഞു നോക്കി പോയി ഓടി. ഇയാൾ ഓടിയിട്ട് അപ്പുറത്ത് കയറി ഓടുന്നത് കണ്ടു ഞാൻ. അവിടുന്ന് പിന്നെ എൻ്റെ നാട്ടുകാരെ കൊണ്ട് എടുത്തിട്ട് ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുവന്നു. അവിടുന്ന് എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടുന്ന് ഇന്റിമേഷൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇന്റിമേഷൻ പോയതിനനുസരിച്ച് കേസൊക്കെ എടുത്തിട്ടുണ്ട്. കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്, വകുപ്പുകളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ദുർബല വകുപ്പുകളാണ് ഇട്ടിരിക്കുന്നത്. വധശ്രമത്തിനുള്ള കൊല്ലാൻ ശ്രമിച്ചായിട്ടുള്ള ഒരു വകുപ്പുകൾ ഇട്ടിട്ടില്ല. പിന്നെ പോലീസ് ഇതുവരെ പ്രതിയെ പിടികൂടിയിട്ടില്ല. ഇന്നേക്ക് 43 ദിവസമായി. 43 ദിവസമായിട്ട് പലതരത്തിലും നമുക്ക് ഉള്ള അറിവുകളൊക്കെ വെച്ചിട്ട് പോലീസിന് നമ്മൾ വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെ പോലീസ് പ്രതികളെ പിടിച്ചിട്ടില്ല. ഇതിന്റെ മുമ്പ് നമ്മൾ ഈ ഇൻസിഡന്റ് നടക്കുന്നതിന്റെ ഒരു 2 ആഴ്ച മുമ്പ് നമ്മളെ വീട്ടിൽ ഫീസ് ഊരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. നമ്മളെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഞാനും മോനും മാത്രമാണ് അവിടെ താമസിക്കുന്നത്. ഇതിന്റെ മൂത്ത മോനാണ്, അവൻ പുറത്താണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരാണ് അവിടെ താമസിക്കുന്നത്. അപ്പൊ അവിടെ വീട്ടില് ഫീസ് ഊരി പോകുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. കാരണം 2-3 ദിവസം ഫീസ് ഊരി ഒരു പ്രാവശ്യം പോലീസ് രാത്രി വന്ന് നോക്കിപ്പോയി എന്നല്ലാതെ ഒന്നും ഉണ്ടായില്ല. പിന്നീട് ഒരു ദിവസം ഞങ്ങളെ ബാക്കിൽ തന്നെ തൊട്ട് പിറകിൽ തന്നെ ആളുണ്ടായിരുന്നു. വീടിന് ചുറ്റും ആളുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ പേടിച്ചിട്ട്, അവന് പേടിയായിട്ട് എൻ്റെ ചെറിയ മകൻ, 9 വയസ്സായ മകൻ പോലീസിലേക്ക് വിളിച്ചിട്ട് കിട്ടാൻ ഞങ്ങൾ 112ലേക്ക് വിളിച്ചു. 112ലേക്ക് വിളിച്ചിട്ട് അവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്തുനിന്നൊക്കെ നമ്മൾ ഫോണിൽ വിളിച്ച് ചോദിച്ചതല്ലാതെ പോലീസ് വരികയോ ഞങ്ങളെ സമാധാനിപ്പിക്കുകയോ ഞങ്ങൾക്ക് വേണ്ട സംരക്ഷണം നൽകുകയോ സുരക്ഷ നൽകുകയോ ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ ഗൾഫ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട്, തിരൂര് ഗൾഫ് മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ നിയമയുദ്ധങ്ങൾ നടത്തുന്ന ഒരാളാണ് ഞാൻ ദേശീയ വിവരാവകാശ കൂട്ടായ്മയിലെ തിരൂർ ബ്ലോക്ക് കോർഡിനേറ്ററാണ്, വിവരാവകാശ പ്രവർത്തകനാണ്, പൊതുപ്രവർത്തകനാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നമ്മൾ നിയമയുദ്ധങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തിരൂര് മുനിസിപ്പാലിറ്റിയുടെ അനാസ്ഥയും ഗൾഫ് മാർക്കറ്റിലെ അനധികൃത നിർമ്മാണങ്ങളൊക്കെ സംബന്ധിച്ച് നമ്മൾ ഓംബുഡ്സ്മാൻ, LSGD ഓംബുഡ്സ്മാന് പരാതി കൊടുത്ത വിവരങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അത് ഒരു തരത്തിൽ നമ്മളെ അവർക്ക് ജയിക്കാൻ പറ്റാത്തതിന്റെ പേരിലും അവർക്ക് ഇതിന് മറികടക്കാൻ പറ്റാത്തതിന്റെ പേരിലും നമ്മളെ കൊല്ലുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. നമ്മളെ കൊല്ലുക, അതാണ് ഇപ്പോൾ ഉള്ള ഉദ്ദേശം. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളെ പിറകിൽ വലിയൊരു ശക്തി ഉണ്ട് എന്നുള്ളത് ഇവർ തിരിച്ചറിയുന്നില്ല. വജിതിക, നമ്മളെ സംബന്ധിച്ച് നമ്മളെ പിന്നില് ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ എനിക്ക് എൻ്റെ അടിയിൽ നമ്മളെ തോളിന്റെ എല്ല് പൊട്ടി മസിൽ ഇതായിട്ട് ഞാൻ ഇപ്പോൾ ഒരു 10-40 ദിവസം ഫുള്ള് ബാഗൊക്കെ തൂക്കി ഇതിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഒന്ന് റിലീസായിട്ടുണ്ട്. എന്നിരുന്നാലും MRIയും കാര്യങ്ങളൊക്കെ എടുത്ത് സർജറി വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് ഇപ്പോഴുള്ള അവസ്ഥ. ഒരു തീരുമാനങ്ങളും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇവിടുന്നോ ഒന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ പോലീസിന്റെ
അറിവോട് കൂടിയിട്ടാണോ എന്ന് വരെ ഇപ്പൊ നമ്മൾ സംശയിക്കേണ്ടിടത്താണ് ഇപ്പൊ ഉള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ഇത്രയും ഈ ടൗണിൽ വെച്ച് നടന്ന ഈ ഒരു സംഭവത്തിൽ ഇത്രയേറെ CC ക്യാമറയിലുള്ള ദൃശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അത്രയും ക്യാമറകൾ, പോലീസിന്റെ ക്യാമറ ഉണ്ട്, മുനിസിപ്പാലിറ്റിന്റെ ക്യാമറ ഉണ്ട്. ഇപ്പൊ അവർക്കൊന്നും ക്യാമറ ഇല്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ക്യാമറ അവിടെ കാണാനുണ്ട്. പക്ഷെ എന്നിട്ടും പ്രതിയെ പിടിക്കുകയോ വേണ്ട രീതിയിൽ ഒരു അന്വേഷണം നടത്തുകയോ ഒരാളെ ഇതുവരെ അറസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. സംഭവം നടന്നിട്ട് 1.5 മാസമായിട്ടും പ്രതിയെ പിടികൂടാത്തത് പോലീസിന്റെ അനാസ്ഥയാണെന്ന് സന്തോഷ് പറയുന്നു. തിരൂർ ഗൾഫ് മാർക്കറ്റിലെ അനധികൃത കെട്ടിട നിർമ്മാണത്തിനെതിരെ നിയമപോരാട്ടം നടത്തി വരികയാണ് സന്തോഷ്. വെട്ട ന്യൂസ്, തിരൂർ.